ഇതാണ് കേട്ടോ ഞാൻ ഇന്നലെ നിന്ന പമ്പ്. തൊട്ടടുപ്പുറത്ത് ആ വണ്ടി നിർത്തിയിട്ടുണ്ട്, ടെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരം വൈകി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, കാരണം 5 മണിയാകുമ്പോഴേക്ക് മീൻ പിടുത്ത ബോട്ടൊക്കെ വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം 4:45 സമയം. പിന്നെ ഇവിടുന്ന് ഒരു 20 കിലോമീറ്ററോളം ഓടാണ്ട്, കാരണം ഇന്നലെ ടൗണിൽ സിറ്റിയിൽ പിന്നെ താമസിക്കാൻ പറ്റിയൊരു സ്ഥലമൊന്നും കിട്ടിയില്ല. അങ്ങനെ സിറ്റിയിൽ നിന്ന് വിട്ടുകൊണ്ട് ഹൈവേൻ്റെ സൈഡിലാണ് ഇപ്പോൾ പമ്പ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ്, ടെൻ്റ് അടിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇപ്പം തന്നെ പോയാലേ ബോട്ട് വരുമ്പോഴേക്ക് എത്താൻ കഴിയുള്ളൂ. ഈ സമയമായതുകൊണ്ട് ഹൈവേയിൽ തീരെ തിരക്കില്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും വിശാഖപട്ടണം ഹാർബർ എന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ ആ പമ്പിൽ നിന്ന് ഇവിടെ വന്നപ്പോഴേക്ക് 6 മണിയാവാനായി, 5:55 പിന്നെ വരുന്ന വഴിക്ക് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഞാൻ വന്നത്. പക്ഷെ അവിടെ എല്ലാവരും നടക്കണം ഓടണൊക്കെ അതുകൊണ്ട് അവിടെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് വീണ്ടും കറങ്ങിയിട്ട് കുറച്ചും കൂടി വഴി മാറിയിട്ടാണ് വന്നത്. ഇത് ആളുകളൊക്കെ മീൻ വാങ്ങാനൊക്കെ വരുന്നുണ്ട്. ഇത് അവിടെയാണ് അതിൻ്റെ തുടക്കം, ആ ഗേറ്റ്. അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഹാർബർ. അപ്പോൾ അവിടേക്കാണ് പോണത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ബീച്ചിൽ ഞാൻ കരുതിയ പോലത്തെ ഒരു തിരക്കൊന്നുമില്ല. ഇനി അവിടേക്ക് പോകുമ്പോൾ എന്താ അവസ്ഥ ആവോ? ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ ഫുള്ള് തിരക്കാവുന്ന വിചാരിച്ചത്. പക്ഷെ ആളുകൾ ഇപ്പോഴും മീൻ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്തൊക്കെ കച്ചവടക്കാരാവാനാണ് സാധ്യത. ഇനി കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നോക്കാം. അപ്പൊ മാർക്കറ്റ് സജീവമായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ കൂടുതൽ കച്ചവടക്കാർ സ്ത്രീകളാണ്. എല്ലാവരുടെ കയ്യിലും പിന്നെ കൊട്ട കണ്ടില്ല പാത്രങ്ങളൊക്കെ ആയിട്ട് മീൻ വാങ്ങാൻ പോവുകയാണ്. ഇതാ ഒരുപാട് സ്ത്രീകൾ ഇതാ സൈഡിൽ കൂടെ ഒക്കെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ മീന് സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ മൊത്തം സ്ത്രീകളാട്ടോ അവിടെ. അങ്ങനെ ഹാർബറിന്റെ മെയിൻ കേന്ദ്രത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ ഉണക്കൽ മീനാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ആ സ്ത്രീകളൊക്കെ ഇപ്പൊ തന്നെ ഉണക്കൽ മീൻ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മെയിൻ ഹാർബർ കേട്ടോ. മെയിൻ ഹാർബറിൽ കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല സ്ത്രീകളാണ് മെയിൻ. ഇത് അവിടെ മീനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ലേലം വിളിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ. ഇതാ ഭാഗത്താണ് നല്ല തിരക്ക്. മീനൊക്കെ അവിടെയാണ് വന്നിട്ടുള്ളത്, തോണിക്കാരൊക്കെ അവിടെയാണ് എത്തിയിട്ടുള്ളത്. ഇതവിടെ കേട്ടോ, അതാണ് കൊട്ടയിൽ സെറ്റപ്പ് ആക്കി ലേലം വിളിയാണ് ഇവിടെ. അതൊക്കെ ഞണ്ടാണ്, ഞണ്ട് ചെമ്മീന് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെയാണ്, പ്രോൺസ് അതൊക്കെയാണ് അവിടെയൊക്കെ. ഇപ്പൊ ലൈവായിട്ടാണ് കേട്ടോ അവിടെ മാർക്കറ്റ് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലേലംവിളിയാണ് ഇവിടെ, തിരക്കാണ് കേട്ടോ, പോകാൻ കഴിയണില്ല. ഇതൊക്കെയാണ്. ഇതൊക്കെ കൊട്ടൊക്കെ എങ്ങനെ റേറ്റ് ആവട്ടോ? ബോട്ടിൽ കൊണ്ടുവന്ന മീനൊക്കെ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കരയൊക്കെ അടുപ്പിക്കാൻ വേണ്ടിയാണ് സെറ്റപ്പ് ആക്കുകയാണ്. അവിടെയൊക്കെ കരയിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ കരയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെയൊക്കെ അത് തന്നെയാണ്. കൊട്ടയിലൊക്കെ എടുത്താണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഇത് ഒരുപാട് ബോട്ടുകൾ കേട്ടോ. അതിന്റെ മുകളിലൊക്കെ ഇതാ മീൻ ഇതാ വെച്ചിട്ട് ഇതാ അതിന്റെ ഒക്കെ മുകളിൽ കേട്ടോ മീന്, ഒരുപാട് മീൻ അതിന്റെ മുകളിലും ഉണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണിട്ടോ, ബോട്ടിന്റെ മുകളിലൊക്കെ മീൻ വെച്ച് വരുന്നത്. ഇത് കണ്ടില്ലേ, മീൻ ഇതവിടെ കൂട്ടി വെക്കുന്നുണ്ട്. ഇതാ അതിന്റെ മുകളിലൊക്കെ മീനുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഫുള്ള് മീനാണ് അതിന്റെ മുകളിലൊക്കെ. ബോട്ടുകൾ നിരയായി കിടക്കട്ടെ ഇവിടെ. ഇത് മൊത്തം ബോട്ടുകളാ കണ്ടില്ലേ, ഫുള്ള് ബോട്ടാണ് അവിടെയൊക്കെ. അതിലൊക്കെ ആകെ ലേലം വിളിയാണ്. ഞണ്ട് പ്രോൺസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അയിലച്ചമ്പാന് എല്ലാ സൈസും ഉണ്ട് കേട്ടോ. ആൾക്കാരെ കൊണ്ട് തട്ടിയിട്ടും മുട്ടിയിട്ടും ഇതിലെ പോവാൻ കഴിയില്ല. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഏതൊക്കെ മീനിന്റെ പേര്, അയിലച്ചമ്പാന് എല്ലാ ഐറ്റംസ് ഉണ്ട്.
ഇവിടെ വിലയൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി അറിയാം വില ആണ്. പക്ഷെ ഇവിടെ ആകെ തിരക്കാണ്. ഇവരൊക്കെ കൊട്ടയിലേക്ക് മീൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലൈവായിട്ടുള്ള മാർക്കറ്റ് കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വിശാഖപട്ടണം ഹാർബറിൽ, ഫിഷിംഗ് ഹാർബറിലുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുലർച്ചെയുള്ള സംഭവങ്ങളാണ്. മീന് ആളുകൾ വാങ്ങിക്കൊണ്ടുപോകുന്നത്, കച്ചവടക്കാരൊക്കെ. ഇതൊക്കെ എന്താ സാധനം? കൂന്തളുടെ വലിയൊരു ടൈപ്പ് കൂന്തള്. അത് ചെറുതാണ്. എന്തൊക്കെ ചൂടാവുണ്ടല്ലോ ഇവര്. ഇവര് തമിഴന്മാരും സംസാരിക്കുമ്പോ ചൂടാണ പോലെയാണ് തോന്നുക. പിന്നെ കച്ചവടക്കാരല്ലേ ഓര്, പിന്നെ അങ്ങനൊക്കെ തന്നെ ആവും. ഈ സൈഡ് ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പുറത്തേക്കാണ് കൂടുതലുള്ളത്. ഈ സൈഡ് ഇവിടെ അവസാനിച്ചു. ഇത് ഇങ്ങോട്ട് റോഡാണ്, ഇങ്ങനെ റോഡ്. മറ്റേത് ഹാർബർ കേട്ടോ. സിപ്പുകളൊക്കെ വരുന്നത്, ചരക്ക് കപ്പലൊക്കെ വരുന്നത് ആ ഭാഗത്താണ്. അതിന്റെ അതാണ് കാണുന്നത്. ടെർമിനല് കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. ആ സൈഡില് അത് ടെർമിനല് കാര്യങ്ങളൊക്കെ കേട്ടോ. അണ്ണാ ഇത് വില അണ്ണാ 3000. ഇതിന് 3000. അണ്ണാ അണ്ണാ 1000. ഇതിന് 1000 ആണ്. ഇതോ അണ്ണാ 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 ഇവര് ചൂടാകുക കേട്ടോ. ഇവര് ചൂടാകുക കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇവരൊക്കെ ഒരു കച്ചറമാര് ടീമാണ്. ഞാൻ അതിന്റെ വില വെച്ചിട്ട് ചൂടാകുക അവര്. അവിടെ നടക്കൂല. ഇനി വേറെ എവിടെയെങ്കിലും പോയി വില വെച്ച് നോക്കട്ടെ, അല്ലെങ്കിൽ അവര് ചൂടാകുകയാണിത്. ഓൾക്കറിയാം ഞാൻ അത് വാങ്ങൂല എന്നുള്ളത്. പിന്നെ അതാണ് ചൂടാകുന്നത്. വേറെ എവിടെ ചോദിച്ചോട്ടെ, ഇതിന് ചോദിച്ചോട്ടെ. അണ്ണാ വില 1250 ആണുള്ളത്. 2500. അതിന് 2500 ചെമ്മീന്. ലേലം വിളിക്കാരാണ് കേട്ടോ. എന്തൊക്കെ ഇവര് പറയണതാവോ മനസ്സിലാണില്ല. റെയില് എന്നൊക്കെ പറയണ്ട, എന്താണാവോ ഇവിടെ എവിടെ റെയില്? ഇതൊക്കെയാണ് മീനുകൾ കേട്ടോ.
ഐറ്റംസ് പ്രോൺ ഉണ്ട് കേട്ടോ, വലിയ പ്രോൺസ് ആണ്. ചെറുത് വലിപ്പം കണ്ടില്ലേ, വലുതാണ്. ഇതിന് 1550 പറഞ്ഞ്. ഇതിന് ഇവരോട് വല്ലാതെ വില വയ്ക്കാൻ പറ്റില്ല, ചൂടാവും, അതാണ് പ്രശ്നം. നേരം വെളുത്തു തുടങ്ങിട്ടോ. ഞാൻ വന്ന സമയം തന്നെയാണ് ഇതിന്റെ കറക്റ്റ് ടൈം. 5 മണിക്ക് സ്റ്റാർട്ട് ആവുന്ന പറഞ്ഞു. ഞാൻ ആദ്യം ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോ 5 മണിക്ക് ഇവിടെ എല്ലാരും ബോട്ടുകളൊക്കെ എത്തുന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് കണ്ടുകൊണ്ടാണ് ഞാൻ അവിടുന്ന് വന്നത്. പക്ഷെ ദൂരം കുറച്ച് കൂടുതലായി പോയി എന്ന് മാത്രം. ഇതാ വലത്ത് ഭാഗത്ത് കാണുന്നതാണ് കണ്ടെയ്നർ ടെർമിനല്. അങ്ങോട്ട് പോവാനൊന്നും പറ്റൂല. ഈ ചേച്ചീന്റെ മീൻ മുന്നിലേ ചേച്ചീനേക്കാളും വലിയ മീനുണ്ട് കേട്ടോ. ഇതിന് 3550 ഉറുപ്പ്യാണല്ലോ അതിന്റെ വില. എന്താ നല്ല വില കേട്ടോ അതിന്. സ്റ്റൈലൊക്കെ ആർക്കാ വയ്യാത്താവോ? ഇവിടുത്തെ ലേലംവിളിന്റെ സ്റ്റൈലാണ് ഇതൊക്കെ. മീൻ കിട്ടും, വലിയ ടൈപ്പ് മീനുണ്ട്. ഇതൊക്കെ ഏതാ മീനാവോ, പക്ഷെ വലിയ വമ്പ ടൈപ്പ് മീനാട്ടോ. ഇതിന്റെ ഒരു വലുപ്പം എത്രയാന്നോ, നല്ല സംഖ്യ ഉണ്ടാവും. ഓ ഇതിന്റെ മുള്ള് എന്താന്നോ, ഭയങ്കര കൂർപ്പാട്ടതിന്. ഇങ്ങോട്ട് വലിയ വലിയ മീനുകളാണ്. ഇതാ കണ്ടില്ല, വലിയ ടൈപ്പ് മീനാട്ടോ. വമ്പ ടൈപ്പ് മീനുകളാണ് ഇവിടെയൊക്കെ. നല്ല സംഖ്യ ഉണ്ടാവും, 2000-3000 ഒക്കെ ഉണ്ടാവും ഇതിന്. ഇത് അതിലും സംഖ്യ ഉണ്ടാവും. സ്ത്രീകളാണ് മൊത്തം കച്ചവടക്കാർ. ഇവരിത് ഇങ്ങനെ വാങ്ങിക്കൊണ്ടായിട്ട് ഇങ്ങനെ വിൽക്കും. പിന്നെ അവിടെ മീൻ വാങ്ങി കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കി കൊടുക്കട്ടോ, നല്ല വൃത്തിയാക്കി കൊടുക്കും. അതിന് 10-20. മീനിന്റെ വിലക്ക് വലുപ്പത്തിനനുസരിച്ചാണ് പൈസ. ഒരു കൂർപ്പുള്ള ഒരു വളഞ്ഞ സൈസ് കത്തിണ്ട് ഇവരെടുത്ത്, അതുകൊണ്ട് ഇങ്ങനെ ക്ലിയർ ആക്കി കൊടുക്കും. ഇതിന്റെ വലുപ്പം പൊടിച്ചു നോക്കട്ടെ ഞാന്. അമ്മൂടെ കച്ചറോടുന്നുണ്ടോ? ഇവരൊക്കെ മീൻ പിടിക്കുന്ന ആൾക്കാരാട്ടോ. മീനൊക്കെ ബോട്ടിൽ നിന്നൊക്കെ എടുത്തു വെച്ച ശേഷം ഒരു ബോട്ടൊക്കെ സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ.
കൂന്തൾ ഐറ്റംസ് ആട്ടോ അത്. പല ടൈപ്പ് കൂന്തളുകൾ കണ്ടില്ല, അപ്പൊ വലിയ ടൈപ്പ് കൂന്തളുകൾ. Aja, lu kira pasti curi ya? Basket lagi. ഞാനിപ്പോ ബോട്ടിന്റെ ഉള്ളിലൊക്കെ കയറി നിക്കണ കേട്ടോ, അവര് ഓടിച്ചു വിടൂലേക്കും. ഉള്ളിൽ നിന്നാണ്ടാണ് വീഡിയോ ഒക്കെ എടുക്കണത്. മീനെ കട സെറ്റപ്പാക്കി അടുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ, അടുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഒരു കാര്യം മനസ്സിലായി, ഇവിടെ ആണുങ്ങളെക്കാൾ കൂടുതൽ സ്വാധീനമുള്ള പെണ്ണുങ്ങൾക്കാട്ടോ. പെണ്ണുങ്ങളാണ് ഇവിടെ ഭയങ്കര അലമ്പ്. ഫുള്ള് വച്ച് വിളി കച്ചവടം മൊത്തം പെണ്ണുങ്ങളാണ്. കണ്ടില്ലേ, എല്ലാത്തിലും നോക്കിയാലും പെണ്ണുങ്ങളാണ് മെയിൻ. എല്ലാ സ്ഥലങ്ങളിലും പെണ്ണുങ്ങളാണ് മെയിൻ. വാങ്ങാൻ വരുന്ന ആളുകളും വിൽപ്പനക്കാരും ഒക്കെ പെണ്ണുങ്ങളാണ് മെയിൻ. ഇതൊക്കെ ഏതാ മീൻ കടക്കണ മോതലൊക്കെ, വലിയ വലിയ ഐറ്റംസ് സാധനങ്ങളൊക്കെ ഈ ഭാഗത്ത് കൂടെ കേട്ടോ കടക്കണ. കണ്ടില്ലേ ഓരോരുത്തര്. ഒക്കെ അടുക്കി അടുക്കി ഇങ്ങനെ വെച്ചാണ് ഐറ്റംസ്. എന്തായാലും നല്ല വെയിറ്റ് ഉള്ള സാധനം കേട്ടോ ഒക്കെ. ബോട്ടിന് അത് വലിയൊരു ലാക്കിന്റെ മീനാണല്ലോ. എന്താ ഞാൻ എന്താ മതി വലിച്ചു കയറ്റണ കരുതി. ഇത് ഏതത് മീനാവോ? അതിന്റെ വലുപ്പം ഇതൊക്കെ കൂർപ്പുണ്ടല്ലേ ഇതിന്റെ ചുണ്ടിന്റെ. ये नाम क्या है इसका? മാർലിൻ. വൈറ്റ് മാർലിൻ ആണല്ലോ. എന്താ വലുപ്പന്നത്. അതിന്റെ ചുണ്ടങ്ങട് തട്ടിയിട്ടുണ്ടല്ലോ, പൊളിയും അങ്ങോട്ട്. അമ്മാരി മീന്. ഇതിന്റെ ചിറക് കണ്ടില്ലേ, ഭയങ്കര സ്ട്രോങ് ആട്ടത്. നല്ല സ്ട്രോങ് ബഡ ഫിഷ് ആണെന്നൊക്കെ പറയുന്നത്. ഇത് കണ്ടില്ല ചുണ്ട്, നല്ല ഉറപ്പാട്ടത് സാധനം. വലിയ ചെമ്പുമാരി പാത്രത്തില് മീനാട്ടോ. ഇതില് ചെറുകിട മീനുകള്, പിന്നെ ഇതില് തളമീന്, പിന്നെ ഇതില് വേറെ ഐറ്റംസ് മീനുണ്ടല്ലേ. ഇതൊക്കെ ആ ചെമ്പ് കണ്ടില്ലേ കൊണ്ടുവന്നാണ് അവിടുന്ന്. അതിന് ഇതൊക്കെ ഓരോ ഐറ്റംസ് മീനാണ്. പിന്നെ ആ സൈഡിലൊക്കെ ചെറുകിട മീനുകള്. ഇങ്ങോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് വലിയ വലിയ മീനുകളൊക്കെ ഈ ഭാഗത്ത് കൂടി. അങ്ങോട്ട് വലിയ വലിയ മീനുകളുമാണ്. ഈ വലിയ മീനുണ്ടല്ലോ 15,000 രൂപ ഇട്ടപ്പോ ഇതിന് നിലവില് ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. 15,000 കിടില സാധനമാണ്.
അതിനുള്ള സാധനം ഉണ്ട്. ഒരു ചേച്ചിയാണ് ഇത് മെയിൻ കേട്ടോ, ഇതിന്റെ ലേലം കൊടുക്കുന്നതൊക്കെ ആ ചേച്ചിയാണ് ഇവിടുത്തെ മെയിൻ. ഇപ്പൊ നിലവിൽ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് മീൻ ഇപ്പൊ ഇതാണ്. 16,000 ഒക്കെ പറയുന്നുണ്ട്. 16,000 ഇപ്പൊ പറയുന്നത്. വലുത് വലുത് ലാസ്റ്റ് ആയിട്ട് അങ്ങനെ കൊണ്ടുവരുന്നത് ഒക്കെ കയറ് കെട്ടി വലിച്ച് കയറ്റാണ് ഓരോ വമ്പം കിടില മീനുകളെ. വലിയ വലിയ മീനുകളാണ്. 3 ആളാട്ടത് പിടിച്ചു കൊണ്ടുവരുന്നത്. കേട്ടില്ല, നേരത്തെ കടത്തിയിട്ടുണ്ട് ഇവിടെ. ഏതാക്കിയിട്ടില്ല മീനുകളെന്നോ, നേരന്ന് കടക്കണുണ്ടല്ലോ ഇവിടെ. ഇങ്ങനെ ലേലം വിളിച്ചോണ്ടിരിക്കും. അപ്പൊ അത് അപ്പുറത്തുള്ള ഇപ്പൊ ഇങ്ങനെ ലേലം വിളിച്ചോണ്ടിരിക്കാണ്. അങ്ങനെ ഈ വലിയ മീനിനെ വെട്ടി മുറിക്കാൻ തുടങ്ങിട്ടോ. ബ്ലൂ മാർലിൻ അതിനെയാണ് വെട്ടി മുറിക്കാൻ തുടങ്ങുന്നത്. നല്ല ഉറപ്പുണ്ട് അതിന്റെ മുള്ളിന്. ഈ മീനൊക്കെ സകലതും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ചേച്ചിയാണ് ഇവിടുത്തെ മെയിൻ ആള്. പിന്നെ ഇവിടെ വേറെ വലിയ വലിയ മീനുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ചേച്ചി ഇവിടുത്തെ മെയിൻ ഒരാളാണ്. മെയിൻ വാർപ്പുറത്തെ ഒരു വലിയൊരു ദാതയാണ് ചേച്ചി. ഈ വലിയ ടൈപ്പ് ബോട്ടുകൾ 1 മാസത്തോളൊക്കെ ഇങ്ങനെ കടലിൽ പിന്നെ മീൻ പിടിക്കാനായിട്ട് പോകും. 1 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഇത് തിരിച്ചു വരുള്ളൂ. പിന്നെ അതുപോലെ ഇതിന്റെ മുകളിൽ കണ്ടില്ല മീൻ ഉണക്കണ പരിപാടി ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ, ഉണക്കിയ മീനൊക്കെ അതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ബോട്ട് തോണികളൊക്കെയാണ് 1 ദിവസം കൊണ്ടൊക്കെ തിരിച്ചു വരിക. അല്ലാതെ ഈ വലിയ ടൈപ്പ് ബോട്ടുകളൊക്കെ 15, 20, 1 മാസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു വരുള്ളൂ. എപ്പോഴാ വലിയ മീൻ ഒരുപാട് സാധനം കിട്ടണേ അപ്പോഴേ ഇവരൊക്കെ തിരിച്ചു വരുള്ളൂ. അപ്പൊ രാവിലെ തന്നെ ഒരു ഇളനീര് കുടിക്കുക കേട്ടോ. 30 രൂപയുള്ള ഇവിടെ ഇളനീരിന്. അപ്പൊ 50 രൂപ കൊടുത്ത് അപ്പൊ ചില്ലറല്ല എന്ന് പറഞ്ഞു. അപ്പൊ 2 എണ്ണം തന്നു 50 രൂപയ്ക്ക്. ഓക്കെ കുടിക്കുക അറിയാം. അപ്പൊ എന്നാൽ കുടിക്കട്ടെ, 2 ഇളനീരിന് കുടിക്കട്ടെ രാവിലെ തന്നെ. മീനിലിടാനുള്ള ഐസ് അവിടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരാളിത് അങ്ങനെ കോരിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഈ ബോട്ടിക്കാണ് അതൊക്കെ കൊണ്ടേ നിറക്കണത്. കൊട്ടയിലാക്കിയാണ് ഇത് ആ ബോട്ടിൽ കൊണ്ടേ ഇറക്കിയാണ്. കണ്ടില്ലേ, അതിന്റെ ഉള്ളിലേക്കാണ് അതൊക്കെ കൊണ്ടുപോണത്. ഇവിടെ ഇപ്പൊ നിലവിലൊരു പുതിയൊരു ഷെഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഇരുമ്പിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ് വർക്കുകൾ കാര്യങ്ങളൊക്കെ. പക്ഷെ പൂർത്തിയായിട്ടില്ല. മേൽക്കൂരൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നല്ല തൂണുകൾ, ഇരുമ്പിന്റെ തൂണുകൾ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോ അടുത്ത കാലത്ത് തന്നെ ഇതൊക്കെ പണി തീരും. അപ്പൊ ഇവർക്കൊക്കെ മീന് വിൽക്കാനും കാര്യങ്ങൾക്കൊക്കെ അതിന്റെ ഉള്ളിൽ തന്നെ ഉപയോഗിക്കാം. ഇത്ര ഈസി ആയിട്ടാണെന്നോ ഇവർ ഈ കത്തി ഉപയോഗിച്ചുകൊണ്ട് മീൻ കട്ട് ചെയ്യണതും തോല് കളയണതും എല്ലാ സംഭവങ്ങളും ഈ ഒരു ഇതുമ്പോൾ തന്നെ കേട്ടോ. ഈ പരിപാടികളൊക്കെ ചെയ്തത് ഈ ഒരു കത്തി ഉപയോഗിച്ചിട്ടാണ്. അതിങ്ങനെ ചവിട്ടി പിടിക്കും. പിന്നെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ഈസി ആയിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പൊ വിശാഖപട്ടണം ഫിഷിംഗ് ഹാർബറിൽ നിന്നുള്ള കാഴ്ചകളോട് അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ അത്യാവശ്യം നല്ല വെയിൽ തുടങ്ങിയിട്ടുണ്ട്. ആളുകളൊക്കെ മീനൊക്കെ മേടിച്ച് പോയി. ഇനി അധികം ആളുകളൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വെയിൽ കൊണ്ട് ആകെ കരുവാളിക്കും.